എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സദ്യ ഐറ്റം നേന്ത്രക്കായ കുറുക്കുകളനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 നേന്ത്രക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല മൂത്ത തന്നെ എടുക്കണം കേട്ടോ. നല്ല മൂത്ത് തന്നെ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക. നമ്മളിത് കട്ട് ചെയ്തിട്ട് നേരെ വെള്ളത്തിലേക്കാണ് ഇടുന്നത്, അതിൻ്റെ കറ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ, ഈ ഒരു പച്ചക്കായ നന്നായിട്ട് തോലെല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കായയുടെ തോലെല്ലാം മാറ്റിയിട്ട് നമ്മൾ നടുകെ കീറിയിട്ട് ആ ഒരു പാകത്തിനുള്ള വലിപ്പം ഏതാണ്ട് കുറച്ചൊരു കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ 2 കായ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നടുകെ കീറി ഇതേപോലെ കട്ട് ചെയ്യണം. ഒരുപാട് നെരിതാക്കരുത്, ഒരുപാട് വണ്ണമല്ല, ഒരു പാകത്തിനുള്ള വലിപ്പം. അപ്പം നേരെ നമ്മൾ ആ വെള്ളത്തിൽ ഇട്ടുകൊടുക്കുന്നത്. വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് മാറണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ടൊന്ന് അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ആ വെള്ളത്തിൽ കഴുകി, നല്ല വെള്ളത്തിലും കൂടെ കഴുകിയിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഇത് പാകം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വേറെ ഏത് പാത്രം എടുത്താലും മതി. കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ നല്ലതാണ് പാത്രം. ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ആണ് കുരുമുളക് പൊടി. കൂടെ തന്നെ ഉപ്പും പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. കുക്കറിൻ്റെ മൂടി എടുക്കണ്ട, സാധാ ഏതെങ്കിലും ഒരു മൂടി ഇട്ടിട്ട് വേണം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ സിമ്മിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇളക്കി കൊടുത്തപ്പം ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. നല്ല കട്ട തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതൊരു 3 കപ്പോളം തൈരുണ്ടായിരിക്കും. നമ്മുടെ കപ്പളവൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഇല്ലെങ്കിൽ നമ്മൾ പാകത്തിന് തൈര് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പിന്നീട് വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ ഒരു തൈര് നമ്മൾ ഈ ഒരു കായയിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൂടി വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതേ തൈരിൻ്റെ ആ ഒരു കട്ടിയൊക്കെ മാറിയിട്ടുണ്ട്. അതുമായിട്ട് ഈ ഒരു കായായിട്ട് ചേർന്ന് ഈ ഒരു പരുവത്തിലാട്ടോ കിട്ടുക നമുക്ക്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് കറിവേപ്പിലയും 1 ടീസ്പൂൺ നെയ്യുമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരും. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. 2 കപ്പ് തേങ്ങയും 2 ടീസ്പൂൺ ജീരകവും നല്ല തൈരുമാണ്. തൈര് ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു നേന്ത്രക്കായ കൂട്ട് നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട്. അതിലേക്ക് അരച്ച നമ്മളെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ തൈര് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നതിന് ശേഷം വീണ്ടും അത് തിളപ്പിക്കണം. ഇനി മൂടി വെക്കണ്ട, ഇതേപോലെ തുറന്ന് വെച്ചിട്ട് വേണം ഇതിനൊന്ന് വറ്റിച്ചെടുക്കാൻ, ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇളക്കി നമ്മൾ അതിനെ ആ ഒരു പാകത്തിലാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ തവീൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പാകമാണുള്ളത്, പെട്ടെന്ന് ഒഴുകുന്നത്. ഇത് ഇനി കുറച്ചും കൂടെ കട്ടിയാവുന്ന രീതിയിൽ ആയി വരും. ആ ഒരു പാകത്തിലാണ് നമ്മളിത് നിർത്തേണ്ടത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ തവിയിൽ എന്നെടുത്ത് നമ്മളൊന്ന് താഴേക്ക് ഇടുമ്പം തന്നെ കുറച്ചൊന്ന് ആ ഒരു തവീൻ്റെ മുകളിൽ പിടിച്ചിരിക്കും. ഈ ഒരു പാകത്തിനാണ് ഈ ഒരു കാളൻ്റെ പാകം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇത് തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മാത്രമാണ് ചേർക്കുന്നത്. നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നില്ല. ഇനി നേരിട്ട് ഈ ഒരു കാളനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും നമ്മൾ താളിച്ചൊഴിച്ചത് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് അമർത്തി കൊടുക്കണം. നമ്മൾ ആ ഒരു കാളൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിന് മീതെ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 പിഞ്ച് അത്രേ ആവശ്യമുള്ളൂ. ഒന്ന് വെതറി കൊടുക്കുക. അതിനുശേഷം മിക്സ് ചെയ്യാനൊന്നും പാടില്ല. നമ്മൾ വേഗം മൂടി വെക്കുക, അത്രയേ ഉള്ളൂ. ഇത് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തലേ ദിവസം ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. തലേ ദിവസം രാത്രിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല കറക്റ്റ് പാകത്തിന് നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് മൂടി വെച്ചിരിക്കുന്നതാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ കറക്റ്റ് പാകത്തിനാണ് ഇത് വരുന്നത്. നല്ല കട്ടിയായിട്ടുണ്ട്, അതൊന്നും കൂടെ തിക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടക്കാളൻ്റെ പാകം എന്ന് പറയുന്നത്, നേന്ത്രക്കായ കുറുക്കുകാളൻ.
അപ്പോൾ ഞങ്ങൾ വടക്കൻ ഭാഗങ്ങളിൽ ഇത് അധികം സദ്യയിൽ ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണിത്. സദ്യയിൽ ഒരു നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ ഒരു കാളൻ എന്ന് പറയുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.